ഹായ് ഡിയേഴ്സ്, ഏവർക്കും ടോസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻ വർഷങ്ങളിലൊക്കെ തന്നെ സെറ്റ് കൊമേഴ്സ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സെറ്റ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് സെറ്റ് എന്ന് പറയുന്നത്. കാരണം ഉടനെ തന്നെ VHSC അതുപോലെ തന്നെ NVT കൊമേഴ്സ് ടീച്ചിങ് എക്സാമുകൾ PSC കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിന് വരെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനുമാണ്. കുറച്ചധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് നടന്ന സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സെറ്റ് കൊമേഴ്സ് എക്സാമിൻ്റെ സിലബസ് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണിത്. അപ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അഥവാ PPP. അപ്പോൾ ഇതൊരു ലോങ് ടേം കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണ്. ഗവൺമെൻറ് എൻറ്റിറ്റിയും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ കമ്പനീസും ഫിനാൻസും അതുപോലെ തന്നെ മറ്റ് പല റിസോഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സുകളൊക്കെ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ PPP പ്രോജക്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ്. അതിന് മാച്ച് ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ആണ്. ആ ഒരു ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിലവിലുള്ള ഒരു ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫണ്ട് കൊടുക്കാറുണ്ട്. സോ ദ ക്യാപിറ്റൽ ഗ്രാൻറ്റ് പ്രൊവൈഡഡ് ബൈ ദി ഗവൺമെൻറ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് ആൻഡ് ഇറ്റ്സ് ഫിനാൻഷ്യൽ വയബിലിറ്റി. ഓക്കെ, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുണ്ടാകുന്ന ആ ഒരു വയബിലിറ്റിയും അതുപോലെ തന്നെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റും ഇവ രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് മോഡൽ കൺസെഷൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ലീഗൽ ഫ്രെയിംവർക്ക് ആണ്. പ്രധാനമായിട്ടും ഈ ഒരു കോൺട്രാക്ച്വൽ ഡോക്യുമെൻ്റ് ഉപയോഗിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുമ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ലീഗൽ ഫ്രെയിംവർക്ക് ആണ് മോഡൽ കൺസെഷൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് ലീസ് ഡെവലപ്പ് ഓപ്പറേറ്റ് അഥവാ LDO എന്ന് പറയും. ഇത് ഗവൺമെൻറ്റിൻ്റെ പക്കലുള്ള ഒരു അസറ്റ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിലവിലുള്ള അസറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൂടി ആകാം. സോ ഇത് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിന് ലീസിന് കൊടുക്കുകയാണ് ഒരു ഫിക്സഡ് പീരീഡിലേക്ക്. അതായത് ഫർദർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും മോഡേണൈസേഷന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കൈവശമുള്ള ഈ അസറ്റുകൾ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിന് ലീസിന് ഒരു ഫിക്സഡ് പീരീഡിലേക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ലീസ് ഡെവലപ്പ് ഓപ്പറേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് എന്ന് പറയും. സോ അണ്ടർ ദിസ് മോഡൽ ദ പ്രൈവറ്റ് സെക്ടർ പാർട്ട്ണർ ഡിസൈൻ, ബിൽഡ്, ഓൺ ആൻഡ് ഓപ്പറേറ്റ് ദ അസറ്റ് വിത്ത് നോ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബാക്ക് ടു ഗവൺമെൻറ്. ഓക്കെ, സോ ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിന് ആ ഒരു ഓണർഷിപ്പ് ലഭിക്കുകയാണ്. അതായത് ദേ ആർ റിട്ടേൺ ദ ഓണർഷിപ്പ്. അതൊരിക്കലും ആർക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട? ഗവൺമെൻറ്റിന് ട്രാൻസ്ഫർ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു മാച്ച് ദ ഫോളോവിങ്ങിൻ്റെ ആൻസർ ആണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നേരത്തെയൊക്കെ എക്സാമിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിക്കാറുള്ളത്. അതായത് എപ്പോഴും ചോദിക്കാറുള്ള കോമൺ ആയിട്ട് ചോദിക്കാറുള്ളത് ലിക്വിഡിറ്റി റേഷ്യോ ഒക്കെ തന്നെ ആയിരുന്നു. അതേപോലെ തന്നെ കറൻറ്റ് റേഷ്യോ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന എക്സാമിനൊക്കെ മാറി മാറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നും ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്
തന്നിട്ടുള്ളത്. സോ 9% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് 12% ഡിബഞ്ചേഴ്സ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ് കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ബിയറിംഗ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് കാൽക്കുലേഷനിലേക്ക് ഈ ഒരു ഫോർമുലയിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഫണ്ടുകളാണ്. അപ്പോൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഡിബഞ്ചേഴ്സും ഒക്കെയാണ്. കാരണം ഇവയിൽ നിന്ന് നമുക്കൊരു നിശ്ചിതമായിട്ടുള്ള ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് അല്ല ലഭിക്കുന്നത്, ലാഭവിഹിതമാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 9% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 6 lakh ആണ് ആൻഡ് 12% ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ 4 lakh ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 10 lakh ആണ്. ഓക്കെ, അടുത്തത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് 25 lakhുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് 10 lakh by 25 lakh എന്ന് പറയുമ്പോൾ 0.40 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പക്ഷെ മിക്ക ആൾക്കാരും അറ്റൻഡ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, അതായത് ഗ്രോസ് പ്രോഫിറ്റ് സെയിലിൻ്റെ 20% കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80,000 ആണ് സെയിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് സെയിലിൻ്റെ 20% കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 80,000 ആണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യും അല്ലെങ്കിൽ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കണ്ടിട്ടുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെയിലാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ 20% സെയിൽ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു ഇവിടെ തന്നിട്ടുള്ള പെർസെൻറ്റേജ് 20 ആണ്, 20/80. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റിനകത്ത് ഗ്രോസ് പ്രോഫിറ്റിന്റെ 30% ആണ് സെയിൽ എന്നുണ്ടെങ്കിൽ 30/70, അതായത് എൻറ്റയർ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 ആണെന്നുണ്ടെങ്കിൽ അതിൽ 20% ആണ് സെയിൽ. ബാക്കി നമ്മൾ എന്തായിട്ട് എടുക്കും? അതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കും. അപ്പോൾ 20% സെയിൽ എന്നുണ്ടെങ്കിൽ ബാക്കി 80% ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 80,000 × 20/80 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കുന്നത് 20,000 ആണ് കേട്ടോ. ഇത് വളരെ ഈസി ആണ് കേട്ടോ. ഇപ്പോൾ 20,000 ആണ് ആൻസർ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ സെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 20,000 എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു 20,000 എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? സെയിൽ ലഭിക്കുന്നത്. സെയിൽ എന്ന് പറയുന്നത് 1 lakh വരും. അപ്പോൾ ഓർത്തിരിക്കുക, ആദ്യമേ തന്നെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എൻറ്റയർ ഗ്രോസ് പ്രോഫിറ്റ് ഒരു 100% ആണെങ്കിൽ അതിൽ 20% സെയിൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 20% സെയിലെങ്കിൽ ബാക്കി 80 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. സോ ഇവിടെ തന്നിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് 80,000 × 20/80. സപ്പോസ് ഗ്രോസ് പ്രോഫിറ്റ് 30% ആണെന്നുണ്ടെങ്കിൽ 80,000 × 30/70 എന്ന് നമ്മൾ എടുക്കും. ഇനി ഗ്രോസ് പ്രോഫിറ്റ് 10% ആണെന്നുണ്ടെങ്കിൽ 80,000 × 10/90 എന്ന് നമ്മളിവിടെ എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി, നിങ്ങളുടെ എക്സാമിന് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിൽ നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോട്ടിവേഷൻ തിയറീസ് ഒക്കെ തന്നെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രവി, എ മാർക്കറ്റിംഗ് മാനേജർ ഈസ് മോട്ടിവേറ്റഡ് ബൈ ചാലഞ്ചിങ് ഗോൾസ് ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ഹിസ് അച്ചീവ്മെന്റ്സ്. അപ്പോൾ അണ്ടർലൈൻ ചെയ്തു പോകേണ്ട രണ്ട് പ്രധാനമായിട്ടുള്ള പോയിന്റ് ആണ് ചാലഞ്ചിങ് ഗോൾസ് ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ഹിസ് അച്ചീവ്മെന്റ്സ്. അപ്പോൾ ഈ വെല്ലുവിളികളും അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സും ഒക്കെ തന്നെ വരുന്ന മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത് മെക്ലൻ നീഡ്സ് തിയറി ആണ് കേട്ടോ. അപ്പോൾ ചാലഞ്ചിങ് ഗോൾസും അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഒക്കെ തന്നെ മെക്ലൻ നീഡ്സ് തിയറിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെക്ലൻ നീഡ്സ് തിയറിയെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. ഹ്യൂമൻ മോട്ടിവേഷൻ തിയറിയിൽ പ്രധാനമായിട്ടും 3 നീഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡേവിഡ് മെക്ലൻഡ് ആണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പ്രധാനമായിട്ടും 3 മോട്ടിവേഴ്സ്, അതായത് എല്ലാവർക്കുമുള്ള
മൂന്ന് മോട്ടിവേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു പോകുന്നത്. അച്ചീവ്മെന്റ്, അഫിലിയേഷൻ, അതുപോലെ തന്നെ പവർ. ഓക്കെ, നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ ആൻഡ് നീഡ് ഫോർ പവർ. ഈ മൂന്ന് നീഡ്സുമാണ് അദ്ദേഹത്തിന്റെ തിയറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ഓരോന്നിനെയും കുറിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ വിജയിക്കണം, അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ നേടണം, അത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് അതിൽ നിന്നും നേട്ടങ്ങൾ കൈവരിക്കാൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ദോസ് വിത്ത് സ്ട്രോങ് നീഡ് ഫോർ അഫിലിയേഷൻ. അപ്പോൾ സ്ട്രോങ് നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുമ്പോൾ അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള ഒന്നാണ് അഫിലിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഒരു ഗ്രൂപ്പ് വർക്കിനിടയിൽ ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ തന്നെ വാല്യൂ ചെയ്യുന്ന തരത്തിലുള്ള വ്യക്തികളുണ്ടായിരിക്കും അല്ലേ. അതായത് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും. അതിൽ അവർ റിജക്ഷൻ ഒന്നും തന്നെ ഒരു ടീം വർക്കിൽ നിന്നും റിജക്റ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് വളരെ നല്ല രീതിയിൽ വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് ഈ സ്ട്രോങ് നീഡ് ഫോർ അഫിലിയേഷനകത്ത് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ദോസ് വിത്ത് സ്ട്രോങ് പവർ. സ്ട്രോങ് പവർ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസിഷൻസും ഇനിഷ്യേറ്റീവും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനും ഒക്കെ തന്നെ പവർ ഉള്ളതും ഈ പറഞ്ഞതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ മക്ലെൻഡിൻ്റെ ഹ്യൂമൻ മോട്ടിവേഷൻ തിയറിയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്ന 3 നീഡ്സ് ആണ് നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ ആൻഡ് നീഡ് ഫോർ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹ്യൂമൻ മോട്ടിവേഷൻ തിയറിയെ മറ്റുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് 3 നീഡ്സ് തിയറി എന്നും, അക്വയർഡ് നീഡ്സ് തിയറി എന്നും, മോട്ടിവേഷണൽ നീഡ്സ് തിയറി എന്നും ആൻഡ് ലേൺ നീഡ്സ് തിയറി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മക്ലെൻ നീഡ്സ് തിയറി എന്ന് പറയുമ്പോൾ പവർ, അഫിലിയേഷൻ, അതുപോലെ തന്നെ അച്ചീവ്മെന്റ്, ഇവ മൂന്നുമാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ പോർഷൻസിൽ നിന്നും മുടങ്ങാതെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ എന്നിങ്ങനെ. അപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാമിന് ചോദിച്ചത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്ത് കെ ലിമിറ്റഡ് ഇഷ്യൂഡ് ₹2 lakh 7% ഡിബഞ്ചേഴ്സ് അറ്റ് പാർ. അതായത് 2 ലക്ഷം രൂപയ്ക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7%. അതും പെർ വാല്യൂവിനാണ്. പെർ വാല്യൂ എന്ന് പറയുമ്പോൾ 2 lakhന് തന്നെ ഇഷ്യൂ ചെയ്യുന്നു. പ്രീമിയത്തിനോ ഡിസ്കൗണ്ടിനോ ആണെന്നുണ്ടെങ്കിൽ പ്രീമിയം ആണെങ്കിൽ ഈ എമൗണ്ടിനേക്കാളും എക്സ്ട്രാ എമൗണ്ടും, ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ടിനേക്കാളും കുറഞ്ഞ എമൗണ്ടിലുമായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ ടാക്സ് റേറ്റ് 30% തന്നിട്ടുണ്ട്. ഇനി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - ടാക്സ് റേറ്റ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. 2 lakhന്റെ 7% ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 lakh ഇൻറ്റു 7% എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 14,000 ആണ് ആൻസർ കിട്ടുന്നത്. എത്രയാണ്? 14,000 ആണ് നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ 14,000ൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇൻറ്റു 1 - ടാക്സ് റേറ്റ് ആണ് അല്ലേ. ഇൻറ്റു 1 - ടാക്സ് റേറ്റ് എന്ന് പറയുമ്പോൾ 1 - ടാക്സ് എന്ന് പറയുന്നത് 30% ആണ് അല്ലേ. സോ ഇവിടെ ആൻസർ ആയിട്ട് ലഭിക്കുന്നത് 14,000 ഇൻറ്റു 1 - ടാക്സ് റേറ്റ് എന്ന് പറയുമ്പോൾ 1 - 30% എന്ന് പറയുമ്പോൾ 9,800 ആണ് ആൻസർ ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റും ഡിബഞ്ചർ വാല്യൂയും തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 9,800 ബൈ ഡിബഞ്ചർ വാല്യൂ എന്ന് പറയുന്നത് 2 lakh ഇൻറ്റു 100 4.9% ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആയിട്ട് നടന്ന എക്സാമിന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇൻ ഓർഡർ ടു കൺവേർട്ട് ഇൻഇക്വാലിറ്റീസ് ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ഇൻറ്റു ഇക്വേഷൻസ്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതായത് ഓപ്പറേഷൻ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനകത്ത് ഉൾപ്പെടുന്ന ഒന്നാണ് സിംപ്ലക്സ് മെത്തേഡ്, അതുപോലെ തന്നെ ബിഗ് എം മെത്തേഡ് തുടങ്ങിയിട്ടുള്ളവ. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വേരിയബിൾസിൽ ഒന്നാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ, അതുപോലെ തന്നെ സ്ലാക്ക് വേരിയബിൾ ആൻഡ് സർപ്ലസ് വേരിയബിൾ തുടങ്ങിയിട്ടുള്ളവ.
ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു വേരിയബിൾ ഏതാണെന്ന് പരിചയപ്പെടാം. ആർട്ടിഫിഷ്യൽ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു കൺസ്ട്രെയിൻസിനകത്താണ് ഉപയോഗിക്കപ്പെടുന്നത്. സോ ദ അഡീഷണൽ വേരിയബിൾ ഈസ് added in addition to the surplus variable, and the additional variable added to the linear programming problem is called artificial variable. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഫിക്റ്റീഷ്യസ് വേരിയബിൾ ആണ്, അല്ലെങ്കിൽ ഒരു ഇമാജിനറി വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ തികച്ചും സാങ്കല്പികമായിട്ടുള്ള ഒരു വേരിയബിൾ ആണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഒരു ഇക്വേഷനിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു കൺസ്ട്രെയിൻസിൽ വരുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലെസ് ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസിനകത്ത് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്താണ് സ്ലാക്ക് വേരിയബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ലാക്ക് വേരിയബിൾ പ്രധാനമായിട്ടും ആഡഡ് ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ കൺസ്ട്രെയിൻസ്, ആൻഡ് ദ ന്യൂ വേരിയബിൾ വിച്ച് ഈസ് ആഡഡ് ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ കൺസ്ട്രെയിൻസ് ഈസ് കോൾഡ് സ്ലാക്ക് വേരിയബിൾസ്. ആൻഡ് നെക്സ്റ്റ് സർപ്ലസ് വേരിയബിൾ. അപ്പോൾ സർപ്ലസ് വേരിയബിളും ഗ്രേറ്റർ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസിനകത്ത് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് സർപ്ലസ് വേരിയബിൾ യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സർപ്ലസ് വേരിയബിൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സബ്സ്ട്രാക്ട് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ കൺസ്ട്രെയിൻസ്, ആൻഡ് ദ ന്യൂ വേരിയബിൾ വിച്ച് ഈസ് സബ്സ്ട്രാക്റ്റഡ് ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ കൺസ്ട്രെയിൻസ് ഈസ് കോൾഡ് സർപ്ലസ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകേണ്ട ഒരു പോർഷൻ കൂടിയാണ് LPP ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ലേബർ കോസ്റ്റിൽ എല്ലായ്പ്പോഴും ചോദിക്കുന്ന, ഇപ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ലേബർ കോസ്റ്റിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ടൈം റേറ്റും ഉണ്ട്, പീസ് റേറ്റും ഉണ്ട്. പീസ് റേറ്റ് എന്ന് പറയുമ്പോൾ എത്ര പ്രൊഡ്യൂസ് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് വേജസ് നിർണ്ണയിക്കപ്പെടുന്നത്. സോ റേറ്റ് ഓഫ് വേജസ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ആണ് പീസ് റേറ്റ് സിസ്റ്റത്തിലെ വേജ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് പീസ് റേറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ പീസ് റേറ്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം, അതേപോലെ തന്നെ പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് ടൈം റേറ്റ്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ഉണ്ട്. ഈ ഡിഫറൻഷ്യൽ പീസ് റേറ്റിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യന് തന്നിട്ടുള്ള ടെയ്ലർ, മെറിക്കും ഗ്യാൻഡാക്കും ഒക്കെ തന്നെ ഉൾപ്പെടുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ പീസ് റേറ്റത്തിൽ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഇതെന്ന് പറയുന്നത് ടെയ്ലർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ആണ് അല്ലേ. അപ്പോൾ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നാണ് FW ടൈലറിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു സിസ്റ്റത്തിലൂടെ ഡെവലപ്പ് ചെയ്തത് ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുകയും വിത്തിൻ ദ സ്റ്റാൻഡേർഡ് ടൈമിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നവർക്ക് ഹൈ എമൗണ്ട് കൊടുക്കുകയും ഹൈ റേറ്റ് കൊടുക്കുകയും നേരെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ലോ റേറ്റിംഗ് കൊടുക്കുന്നതായിരുന്നു ടൈലർ ഡിഫറൻഷ്യൽ പീസ് റേറ്റിന്റെ പ്രത്യേകത. സോ ഈ ഒരു ഇതിന് മാച്ച് ആയിട്ട് വരുന്നത് ഒരു ഗ്യാരണ്ടീഡ് മിനിമം വേജസ് ഇല്ല എന്നുള്ളതാണ്. സോ എക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഡസ് നോട്ട് ഗ്യാരണ്ടീഡ് മിനിമം വേജസ് എന്നുള്ളതാണ് കേട്ടോ. ദെൻ അടുത്തത് മെറിക് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ്. അപ്പോൾ മെറിക് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ടൈലറിന്റെ സിസ്റ്റത്തിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. അതായത് ഇവിടെ പ്രധാനമായിട്ടും 3 റേറ്റുകളാണ് ഉൾപ്പെടുന്നത്. അതിൽ അപ് ടു 83% വരെ ബേസിക് പീസ് റേറ്റും, ഫ്രം 83 to 100 വരെ 100 to 110 വരെ ബേസിക് പീസ് റേറ്റും, അതേപോലെ തന്നെ എബോവ് 100 എന്ന് പറയുമ്പോൾ 120% വരെ ബേസിക് പീസ് റേറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു മെറിക് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ഈ 83% അപ് ടു 83% എഫിഷ്യൻസി ബേസിക് പീസ് റേറ്റ് എന്നുള്ളതാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഗ്യാൻഡാക് ബോണസ് പ്ലാൻ ആണ്. അപ്പോൾ ഗ്യാൻഡാക് ബോണസ് പ്ലാൻ എന്ന് പറയുമ്പോൾ സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 20% ഓഫ് ടൈം റേറ്റ് ബോണസ് എന്നുള്ളതാണ്. ആൻഡ് ഹോൾസി പ്രീമിയം ബോണസ് പ്ലാനകത്ത് പറയുന്നത് 50% ഓഫ് വേജസ് ഓഫ് ടൈം സേവ്ഡ് ആസ് ബോണസ് എന്നുള്ളതുമാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ഏരിയയിൽ നിന്നും നിങ്ങൾ കവർ ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഹാത്രോൺ എഫക്ട്സ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് സ്കൂൾസിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഹാത്രോൺ എഫക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാത്രോൺ എഫക്ട് സിഗ്നിഫൈസ്, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ദ ടെൻഡൻസി ഓഫ് പീപ്പിൾ ടു പെർഫോം ബെറ്റർ ഓൺ ബീയിങ് ഒബ്സർവ്ഡ്.
ഓക്കെ, അപ്പോൾ ഈ ഹാത്രോൺ എഫക്ട്സ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ്. അപ്പോൾ ഇൻഡിവിജ്വൽസ് എപ്പോഴും അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ പെർഫോമൻസ് മാറ്റിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് അവർ ഒബ്സർവ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹാത്രോൺ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് പ്രൊഫസർ എൽട്ടൺ മയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് പോയിന്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഹാത്രോൺ എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ബൈ പ്രൊഫസർ എൽട്ടൺ മയോ and his associates of Harvard School of Business. Experiments were conducted at Western Electric Company, and ഹാത്രോൺ experiment led to the development of human behavior school. And the 4 stages of the experiments are illumination experiments, relay assembly test room experiments, mass interviewing programs, and bank wiring observation room experiments. സോ ഹാത്രോൺ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആവർത്തിച്ച് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ്സുകൾ സംബന്ധിച്ചിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് സ്റ്റഡി കൊണ്ട് മാത്രം എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോസ് അക്കാഡമിയിലേക്ക് കോച്ചിങ് ക്ലാസ്സുകൾക്കായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൾ ദി വെരി ബെസ്റ്റ്.